അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹിൽ ഫായിസീന ബിറിദ്വാ മാ ബഅദ്. അഭിവന്ദരായ സയ്യിദ് ജമലീൽ തങ്ങൾ അവറുകളെ, ബഹുമാനപ്പെട്ട മുബസ്സിർ തങ്ങൾ അവറുകളെ, അഭിവന്ദരായ അബ്ദുൽ ഹമീദ് ഫൈസി ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കളെ, പ്രിയപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിൽ സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ യഥാവിധി പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇനി ഇവിടെ സുദീർഘമായി ഒന്നും പറയേണ്ടതില്ല, അതിനുള്ള സമയമില്ല. ബഹുമാനപ്പെട്ട അസ്റഫ് ഉസ്താദിൻ്റെ ക്ലിപ്പിംഗ് റെഡിയാകാൻ വേണ്ടി ഒരു 5 മിനിറ്റ് ആശംസ പറയാണ്. വിഷയങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു. അൽഹംദുലില്ലാ, നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായി ഇവിടെ പരാമർശിക്കപ്പെട്ടു. ഇനി അത് നമുക്കൊന്ന് കാണാൻ കൂടിയുള്ള അവസരം നമ്മൾ കാത്തിരിക്കുകയാണ്. ഇവിടെ ചുവൈലി മൗലവിയുടെ പ്രസ്താവന അത് അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെട്ട ഒന്നാണ് എന്ന നിലക്ക് പറഞ്ഞ് ഹനീഫ് കായക്കുടിയെ പോലെയുള്ള ആളുകൾ തടിയുരാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്രയും കാലം മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ, അവർ വാദിച്ച കാര്യത്തിൽ ഉള്ളതു തന്നെ, എന്നാൽ തുറന്നു പറയാതെ, എന്നാൽ പലപ്പോഴും ബഹുമാനപ്പെട്ട MD ദാരിമി വായിച്ചതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലും അവർ തുറന്നു പറഞ്ഞതും എന്നാൽ എപ്പോഴും തുറന്നു പറയാത്തതുമായ ഒരു കാര്യം അദ്ദേഹം കൃത്യമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ സുന്നികൾ ശിർക്ക് ചെയ്യുന്നു എന്ന് എല്ലാ മുജാഹിദുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സുന്നികൾ ശിർക്ക് ചെയ്യുന്നതാണ് എന്ന് അവർ പറയുന്നു. ശിർക്ക് ചെയ്യുന്ന എല്ലാവരും മുശ്രിക്കീങ്ങളാണെന്ന് അതും അവർ പറയണം. ഇനിയിപ്പോൾ സുന്നികൾ മുശ്രിക്കാണെന്ന് പറയണോ? അപ്പൊ തീർന്നില്ല. അത് സുഹറിയും കുബ്രിയും ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു, ഷർത്തുകളൊക്കെ ഒത്തിട്ടുണ്ട്. പിന്നെ അത് സുന്നികൾ മുശ്രിക്കാണ് എന്ന് അയാൾ അങ്ങോട്ട് പറഞ്ഞു. അയാൾ പറഞ്ഞു, കുറച്ച് മുമ്പുള്ള ആളുകൾ ചിലർ പറഞ്ഞു, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് കൃത്യമല്ലേ. നമ്മളെല്ലാവരും മൗലിദ് കഴിക്കുന്നു, റാത്തീബ് കഴിക്കുന്നു, അതുപോലെയുള്ള കാര്യങ്ങൾ മുഴുവൻ അതൊക്കെ ശിർക്കാണെന്ന് അവർ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ശിർക്ക് ചെയ്യുന്നവന്റെ പേരാണ് മുശ്രിക്ക് എന്നും അവർ പറയുന്നു. ഇനിയിപ്പോ സുന്നികൾ മുശ്രിക്കാണ് എന്ന് വേറൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നത് എന്ത് വിഡ്ഢിത്താണ്. അതാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കതിൽ നിന്ന് തടിയുരാൻ പറ്റിയ ഒരു കാര്യവുമല്ല, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ജനങ്ങളിടയിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ മുശ്രിക്ക് എന്ന് വിളിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടി ചില കാര്യങ്ങൾ അവരിങ്ങനെ മൂടിച്ചിങ്ങനെ നിന്നത് അദ്ദേഹം അങ്ങോട്ട് തുറന്നു പറഞ്ഞു. അയാൾ ആ വിഷയത്തിൽ ഇഖ്ലാസുള്ള ആളാണെന്ന് മനസ്സിലാക്കുക, ഉള്ള കാര്യം തുറന്നങ്ങോട്ട് പറഞ്ഞു. അയാൾ മറ്റുള്ളവർ മുനാഫിക്കിത്തരം കാണിച്ചിട്ട് ഉള്ളിൽ അതുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്നാൽ മുശ്രിക്ക് പറയൂല. അങ്ങനെ ഒരു മുനാഫിക്ക് കാണിച്ചപ്പോൾ അയാൾ അത് നേരെ തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. അതുപോലെ മുമ്പും ചിലർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് ഒരിക്കലും തടി വീരാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. ഇതിനായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അള്ളാഹുവിനോട് നേരങ്ങൾ ചോദിച്ചാൽ പോരെ, പിന്നെ ഇതിനെ ഇടയിൽ ഒരാൾ എന്നുള്ളതാണ്. ഇതാണിപ്പം മൊത്തത്തിൽ അവരുടെ എല്ലാ ചോദ്യത്തിന്റെ അടിസ്ഥാനം. യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് ഇതിനെ ചോദിക്കണത്, അള്ളാഹ്ക്ക് നമ്മൾ ആവശ്യം അറിയില്ലേ? അപ്പൊ അതൊരു ചുരുക്കാക്കണ്ടില്ല. ഇനി അള്ളാഹ്ക്ക് നമ്മളെ ആവശ്യങ്ങളൊക്കെ അറിയില്ലേ? പിന്നെ ഇതിന് അള്ളാഹ്ക്ക് ഒരു ചോദ്യം? ഇടയിൽ എന്തിനാ ഒരാൾ എന്നതിന് മുമ്പ് എന്തിനാ ഒരു ചോദ്യം? അള്ളാഹ്ക്ക് ചോദ്യത്തിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യവും അള്ളാഹുവിനെ അറിയാം. അതങ്ങനെ അള്ളാഹ് നടപ്പിലാക്കി തന്നാൽ പോരെ, പിന്നെ ഇതിങ്ങനെ ചോദിക്കാൻ നിൽക്കണം. അപ്പൊ ചോദ്യത്തിന്റെ ആവശ്യമില്ല അള്ളാഹ്ക്ക്. ഉറപ്പല്ലേ? അള്ളാഹ്ക്ക് ചോദ്യത്തിന്റെ ആവശ്യമില്ല. എന്നാൽ അള്ളാഹു തആല ചോദിക്കുന്നതും ഇടയിലുണ്ടായിട്ടുമാണ് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല നടത്തുന്നത്. ഞാനൊരു നാടൻ ശൈലിയിൽ മാത്രം പറയാണ്. അതുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ, ഇടയിൽ ആളില്ലാതെ അള്ളാഹു തആല എന്താ നമുക്ക് തന്നത്? നമ്മൾ ഉണ്ടാകണമെങ്കിൽ ഉമ്മി വാപ്പി ഇടയിൽ ആളുണ്ടായിണ്ടാവും. അവിടെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് നമുക്ക് എല്ലാം അള്ളാഹു തആല ഇടയിൽ ആളുണ്ടായിട്ടല്ലേ തരുന്നത്. നേരിട്ട് അള്ളാഹു തആല ഇപ്പൊ എന്താ നമുക്ക് തന്നത് ചോദിച്ചാൽ നമുക്ക് എന്താ ഉത്തരം പറയാൻ പറ്റുക? അപ്പൊ അള്ളാഹ്ക്ക് ഇതിനൊക്കെ ഇടയിൽ ആളില്ലാതെ തരാൻ പറ്റാത്തത് കൊണ്ടാണ് ഇടയിൽ അള്ളാഹു തആല ആളെ വെച്ചത്. മഴ പെയ്പ്പിക്കാൻ മലക്കുണ്ട്, റൂഹൂതാൻ മലക്കുണ്ട്, മരിപ്പിക്കാൻ മലക്കുണ്ട്, ഭക്ഷണം തരാൻ ആളുണ്ട്, അതുപോലെ ഭക്ഷണങ്ങൾ ഭൗതികപരമായ കുറെ ഇടയിലുണ്ട്. ഇതൊക്കെ അള്ളാഹ്ക്ക് തരാൻ പറ്റാത്തത് കൊണ്ട് ഇടയിൽ ആളെ വെച്ചതാണോ? ഇവർ പറഞ്ഞനുസരിച്ച് കൊണ്ട് ഇടയിൽ ആളാവശ്യമില്ലാത്തടത്തൊക്കെ അവിടെ ഒഴിവാക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കണ്ടേ?
ഇടയിൽ ആവശ്യമില്ലാത്തടത്തൊക്കെയാണ് ഒഴിവാക്കുകയാണെങ്കിൽ അള്ളാഹ്ക്ക് റൂഹിനുദാൻ ഒരു മലക്കിന്റെ ആവശ്യമുണ്ടോ? മരിപ്പിക്കാൻ മലക്കിന്റെ ആവശ്യമുണ്ടോ? ഒന്നിനും അള്ളാഹുവിന് ഇടയിൽ ആവശ്യമില്ലല്ലോ. ഒന്നിനും ഇടയിൽ ആവശ്യമില്ലാത്ത അള്ളാഹു താല എന്തിനാണ് ഇടയിൽ കുറെ ആൾക്കാരെ വെച്ചത്? അപ്പൊ ഇവിടെ ഇത് ചോദിക്കാലോ. അപ്പൊ ഇടയിൽ ആളുണ്ടാവുക എന്നതാണ് ശിർക്കിന്റെ കാരണം എന്ന് പറയുന്നത് എങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അള്ളാഹു താല ഇങ്ങോട്ട് തരുമ്പോൾ എടുക്കാൻ ആവശ്യമില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഇടയിൽ ആളെ വെച്ചിട്ടാണ് തരുന്നത്. പിന്നെ അസാധാരണമായ കഴിവുകൾ അള്ളാഹു താല നൽകുന്നു. നേരത്തെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി പറഞ്ഞതുപോലെ കാര്യകാര ബന്ധങ്ങൾക്ക് അധീനമായ പല കാര്യങ്ങളും അള്ളാഹു താല പലർക്കും നൽകുന്നു. അതിന് വലിയൊന്നും അല്ലാത്ത ആളുകൾക്ക് തന്നെ നൽകും എന്ന കാര്യം കൃത്യമായ ഹദീസുകളിൽ ഉണ്ടല്ലോ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ദജ്ജാൽ വന്നാൽ, ദജ്ജാൽ എന്നല്ല പേരില്ല, ഇനിയിപ്പോ ആ പേര് മലക്കുൽ മൗത്ത് എന്നൊക്കെ ഹദീസിലുണ്ടാകാം. ദജ്ജാൽ എന്നല്ല പേര് പറയാനുള്ള വിഷയം നമ്മൾ പദം പ്രയോഗിച്ചു മാത്രം. ദജ്ജാൽ വന്നാൽ ദജ്ജാലിന്റെ മുന്നിൽ വന്നിട്ട് അള്ളാഹു ആണ് എന്ന് വാദിക്കുമ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന് പറയുന്നു. എന്നിട്ട് ദജ്ജാൽ ഒരാളെ മുറിച്ച് 2 കഷ്ണമാക്കി 2 ഭാഗത്തേക്കിട്ട് അതിന്റെ ഇടയിലൂടെ ദജ്ജാൽ നടക്കുന്നു. അതിന്റെ ശേഷം ദജ്ജാൽ അവരെ ജീവിപ്പിക്കുന്നു. അപ്പൊ മരിച്ചവരെ ജീവിപ്പിക്കാൻ അള്ളാഹു തആല ദജ്ജാലിന് പോലും കൈ കൊടുക്കണമെങ്കിൽ പിന്നെ ഔലിയാക്കന്മാർക്ക് കൈ കൊടുക്കുന്നത് എന്ത് പ്രശ്നമുള്ളത്? അതൊക്കെ സ്വഹീഹ ഹദീസുകൾ സ്ഥിരപ്പെട്ട കാര്യമല്ലേ? അപ്പൊ ഇടയിൽ ആളുണ്ടാകുക എന്നതോ ഈ അസാധാരണ കഴിവ് കൊടുക്കുക എന്നതൊക്കെ അള്ളാഹു തആല ഔലിയാക്കന്മാർക്ക് അല്ലാത്തവർക്ക് തന്നെ ഇഷ്ടമാണ് കൊടുത്തിട്ടുണ്ട്, കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ തൽക്കാലം കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്നതാണ്. ഈ സിർക്ക് ഒന്നുകിൽ അവർ ഈ ആരോപണം പിൻവലിച്ചുകൊണ്ട് മൊത്തത്തിൽ ഇത് സിർക്കാണ് എന്ന വാദം അവർ ഒഴിവാക്കുക. അതല്ലെങ്കിൽ പിന്നെ ഈ സുഹൈലി പറഞ്ഞതുപോലെ വ്യക്തമായിട്ട് എല്ലാവരും മുസ്ലിക്കാന്ന് കൃത്യമായിട്ട് പറയാം. അങ്ങനെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹബന്ധത്തിന്റെ കാര്യം പറയേണ്ടി വരും, മയ്യിത്ത് നിസ്കരിക്കുന്ന കാര്യം പറയേണ്ടി വരും, അനന്തരെടുക്കുന്ന കാര്യം പറയേണ്ടി വരും, പള്ളിയിൽ കയറുന്ന കാര്യം പറയേണ്ടി വരും, നിസ്കരിക്കുന്ന കാര്യം പറയേണ്ടി വരും, സലാം പറയുന്ന കാര്യം പറയേണ്ടി വരും. ഇങ്ങനെ ആയിരക്കണക്കിന് സംഭവങ്ങൾ മുസ്ലിങ്ങളോട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ നമ്മളെ കണ്ടാൽ സലാം കൊണ്ട് വെച്ചുപിടിപ്പിക്കുകയാണ്. ഓരോ കണ്ടാൽ വരെ സലാം പറയാത്ത ആളുകൾ നമ്മളെ കണ്ടാൽ സലാം വെച്ചുപിടിപ്പിക്കുകയാണ്. മുസ്ലിക്കിന് സലാം പറയാൻ പറ്റുമോ? മുസ്ലിക്കാന്ന് പറയും ചെയ്യാം, സലാം പറയും ചെയ്യാം. എന്നിട്ട് നമ്മൾ സലാം അടക്കണില്ല എന്ന് ഭയങ്കര ആശയമായിട്ട് പ്രസംഗിക്കുകയും ചെയ്യാം. സലാം അടക്കണ്ടെന്ന് നമ്മൾ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ ആരോപണത്തിൽ ഒരു കഴമ്പും ഇല്ല എന്നത് ശരിയാണ്. പക്ഷേ ഈ ആരോപണം അവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ സിർക്കാന്നും പറയുന്നുണ്ട്. സിർക്ക് ചെയ്യുന്നവന്റെ പേരാണ് മുസ്ലിക്ക് എന്ന് എല്ലാവരും പറയേണ്ടത്. പിന്നെ ഇനി അത് സിർക്ക് ചെയ്യുന്നവന്റെ പേര് മുസ്ലിക്കാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ സിർക്ക് ചെയ്യുന്നവനെ മുസ്ലിക്ക് എന്ന് ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന് പറയാം? അതുകൊണ്ട് തന്നെ വിഡ്ഢിത്തമാണ് അവരുടെ വാദം, അബദ്ധമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് നമ്മൾ ഈ പരിപാടിയിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഇത് ഓൺലൈനിലൂടെ പലരും കേൾക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നാടുകളിലൊക്കെ ജനങ്ങൾക്ക് ഈ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കൂടി നമ്മൾ ശ്രമിക്കണം. അത് ഈ കാര്യത്തിന്റെ ഗൗരവം ജനങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്താണ് ഇപ്പൊ ഈ മുസ്ലിക്ക് എന്ന് വിളിക്കുന്നവന്റെ അവസ്ഥ എന്നത്? എന്നിട്ട് വേണം അവരോട് നമ്മളെ സഹവാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ. നമ്മളെക്കുറിച്ച് കള്ളു കുടിക്കുന്ന ആളാണ് അല്ലെങ്കിൽ വ്യഭിചാരിയാണ് എന്നൊരാൾ നമ്മളെക്കുറിച്ച് ആരോപിച്ചാൽ പിന്നെ അവരോട് നമ്മൾ ലോക്യം പറയാൻ പോകില്ലല്ലോ, അവരോട് നമ്മൾ സുഹൃത്ത് ബന്ധത്തിന് പോകില്ല, അവരെ നമുക്ക് ആവശ്യമില്ല. എന്നാൽ ഇസ്ലാമിൽ കള്ളുകുടിയും വ്യഭിചാരവും ഒക്കെ വൻഘോഷങ്ങളാണെങ്കിലും അതൊക്കെ തൗബ ചെയ്തും ശരിയാകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അല്ലാഹു തആല ഒരിക്കലും പൊറുക്കാത്ത ഏറ്റവും വലിയ തെറ്റാകുന്ന ശിർക്കാണ് അവർ നമ്മുടെ മേലെ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഗൗരവം പലപ്പോഴും നമ്മൾ തന്നെ മനസ്സിലാക്കണില്ല. അവർ മനസ്സിലാക്കണില്ല, നമ്മൾ മനസ്സിലാക്കണില്ല. നമ്മളെ കള്ളുകുടിയെന്ന് വിളിക്കുന്ന ആളുകളാണെങ്കിൽ അവരോട് പിന്നെ നമ്മൾ ലോക്യത്തിന് പോവില്ല. നമ്മളെ വ്യഭിചാരിയാണെന്ന് വിളിക്കുന്നവരോട് നമ്മൾ ലോക്യത്തിന് പോവില്ല. നമ്മുടെ ഭാര്യയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അത് വ്യഭിചാരി നിർത്താൻ ആരോപിച്ചാൽ പിന്നെ അവനോട് നമ്മൾ ലോക്യത്തിന് പോവോ? യഥാർത്ഥത്തിൽ നമ്മൾ ഹലാലാകുന്ന ഭാര്യയുമായിട്ടാണ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ അയൽവാസികൾ നമ്മളെ കുറിച്ച് പറയാണ് വ്യഭിചാരാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവരോട് നമ്മൾ മിണ്ടുന്നില്ല. നമ്മൾ തൗഹീദിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് സിർക്കാൻ ആരോപിച്ചാലോ നമ്മളത് പ്രശ്നമാക്കാതെ പോവാണ്. അത് പ്രശ്നമാക്കണം. നമ്മൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കും വേണം. അതുപോലെ തന്നെ അവർക്ക് ഇതിനെക്കുറിച്ച് സിർക്കിനെ കുറിച്ച് യാതൊരു വിലയും ഇല്ലാത്ത സമൂഹത്തിൽ നിന്ന് സിർക്കിന്റെ നിലവാരം അവർ എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഈ പറയുന്നതിലൂടെ. കാരണം കള്ളു കുടിക്കുന്ന ആളോട് അവർ സലാം പറയുന്നില്ല, വ്യഭിചാരികളോട് അവർ സലാം പറയുന്നില്ല, അവർ ഇമാം എന്നാൽ അവർ നിസ്കരിക്കുന്നില്ല, വ്യഭിചാരിക്ക് അവർ മക്കളെ കെട്ടിച്ചു കൊടുക്കണില്ല. എന്നാൽ സിർക്ക് ചെയ്യുന്ന നമ്മളൊക്കെ മക്കളെ കെട്ടിച്ചേരുന്നുണ്ട്, നമ്മളെ മക്കൾ അവർ കെട്ടുന്നുണ്ട്, നമ്മളെ കണ്ട അവർ സലാം പറയുന്നുണ്ട്. അപ്പൊ ഈ സിർക്കാന്ന് അവർ പറഞ്ഞതിൽ അവർക്ക് തന്നെ വിശ്വാസമല്ല. അതുകൊണ്ടാണല്ലോ അവർ മുസ്ലിക്കാന്ന് ഒരാൾ പറഞ്ഞപ്പോ അത് ഞങ്ങളെ നിലപാടല്ല എന്ന് പറയേണ്ടിയിരുന്നത്. ഇനി എന്താണ് അവരുടെ നിലപാട്, എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് ഒന്ന് കൃത്യമായി പറയണ്ടേ? ഇത് സിർക്കാന്ന് നിങ്ങൾ പറയുന്നു, സിർക്ക് ചെയ്യുന്നവന്റെ മുസ്ലിക്ക് എന്ന് പറയുന്നു, നാം മുസ്ലിക്കാന്ന് ഞങ്ങൾ പറയണില്ല എന്ന് പറഞ്ഞാൽ ഇത് എന്ത് നിലപാടാണ്?
ഈ നിലപാടൊന്ന് കൃത്യമായി പറയേണ്ടതല്ലേ? അതുകൊണ്ട് തന്നെ അവരുടെ വാദത്തിനും അവരുടെ വിശ്വാസത്തിനും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിനും ഒരു അർത്ഥവുമില്ല. നേരത്തെ ബഹുമാനപ്പെട്ട MT ദാരിമി ഉസ്താദ് പറഞ്ഞതുപോലെ അവർ സഫീഹികളാകുന്ന കുറെ ആളുകൾ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് അവരിതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ കുറെ സഫീഹിങ്ങൾ ഇങ്ങനെ കേട്ടുപോവുക എന്നല്ലാതെ ഇതിനുള്ളിലേക്ക് ചിന്തിക്കാനോ ആലോചിക്കാനോ പറ്റാത്തൊരവസ്ഥയാണ് അവരുടെ ബുദ്ധിക്കുള്ളത്. അങ്ങനത്തെ കുറെ സഫീഹിങ്ങൾ നേരത്തെ പറഞ്ഞ നിസ്കാരത്തിന്റെ ശ്രദ്ധ അവർക്കറിയില്ല, നിസ്കാരത്തിന്റെ പറന്നറിയില്ല, ഇവർക്ക് ആകെ ഒരു 4-5 ആയത്തിന്റെ കഷ്ണങ്ങൾ ഇവർ പഠിപ്പിച്ച കുറച്ച് അർത്ഥങ്ങളും, എന്നിട്ട് ഏതാളെ കണ്ടാലും അതങ്ങനെ ചോദിക്കുക. അതിനപ്പുറം ചോദിച്ചാലും അറിയില്ല, ഇപ്പുറം ചോദിച്ചാലും അറിയില്ല, എന്താണ് തൗഹീദ് എന്നും അറിയില്ല, എന്തൊക്കെയാണ് ഖുർആനിൽ പറയേണ്ടതെന്ന് അറിയില്ല. തിരിച്ചങ്ങോട്ട് കുറച്ച് ചോദിച്ചാൽ നിങ്ങൾ യുക്തിവാദം പറയണമെന്ന് അറിയും. അവൻ ഇങ്ങോട്ട് പറഞ്ഞതൊക്കെ യുക്തിവാദിരിക്കും. ഞാൻ ഇതുപോലെ ഈ അടുത്തൊരു വഹാബിയായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹിനെ കുറിച്ച് കാര്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചാലല്ലേ മുസ്ലിം ആവുള്ളൂ? അതെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണോ ഇല്ലല്ലാ എന്നാണോ ഉച്ചരിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ നോക്കി ഞാൻ ചോദിച്ചു, അലിഫ് ലാമ് ഹാട്ടാൽ അല്ല എന്നല്ലേ പറയേണ്ടത്, പിന്നെ എങ്ങനെ അള്ളാന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു. അല്ലാതെ അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്. അപ്പൊ ഞാൻ ചോദിച്ചത് ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, സ്വയ്യ ഹദീസിലുണ്ടോ അള്ളാഹ് എന്നാണ് പറയേണ്ടതെന്ന്, എവിടെയുള്ളത് ഉള്ളത്? അപ്പോത്തിന് പറയണേ യുക്തിവാദം ചോദിക്കണം, നിങ്ങൾ യുക്തിതോ ചോദിക്കണം. അപ്പൊ ഈ ഉച്ചരിക്കാൻ പോലും അവർക്ക് തഖ്ലീദ് ചെയ്യാതെ അവർക്ക് ഉച്ചരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ തൗഹീദിന്റെ കലിമത്ത്. എന്നാൽ അതിനെക്കുറിച്ച് ഇവർക്ക് യാതൊരു വിവരമില്ല. ആകെ അറിയാവുന്നത് ഇങ്ങനെ ഖുർആനിലെ മുശ്രിക്കീങ്ങൾക്കെതിരെ ഇറങ്ങിയ ഒരു 5-8 ആയത്തുകൾ മാത്രമായിരിക്കും ഇവരെടുത്തുണ്ടായ. അതിന് എവിടെയെങ്കിലും പറഞ്ഞ 4-3 തഫ്സീറിന്റെ കഷ്ണങ്ങളും, ഇങ്ങനത്തെ വേറെ ഒന്നും അറിയാത്ത കുറെ സഫീഹിങ്ങളെ വളർത്തിയെടുത്തു എന്നതിലപ്പുറം മറ്റൊന്നും അവരില്ല. അതുകൊണ്ട് നാം ഇതിന്റെ പ്രചാരകരായി, ഇതിന്റെ സജീവ പ്രവർത്തകരായി സമൂഹത്തിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ പ്രചരിപ്പിച്ച് ഇതിന്റെ ഭവിഷ്യത്തുകൾ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഇവിടെ വന്ന എല്ലാവരും തയ്യാറാകണമെന്ന് പ്രത്യേകമായി ഉണർത്തി എല്ലാവിധ ആശംസകളും നേർന്ന് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട